എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11 അധ്യായത്തിൻ്റെ 11 വാക്യം. യോഹന്നാൻ 11:11. ഇത് പറഞ്ഞിട്ട് അവൻ, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്ന് അവരോട് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ബഥാനിയയിലെ ലാസറിന്റെ ഭവനത്തിലേക്ക് നമുക്ക് പോകാമെന്ന് യേശു തൻ്റെ ശിഷ്യന്മാരോട് തനിക്ക് അനുയോജ്യമായ സമയത്ത് പറഞ്ഞു. യഹൂദ്യയിലേക്ക് പോയാൽ സംഭവിച്ചേക്കാവുന്ന അപകടത്തെക്കുറിച്ച് ശിഷ്യന്മാർ യേശുവിനെ ഓർമ്മപ്പെടുത്തി. പ്രതിഷ്ഠോത്സവത്തോടനുബന്ധിച്ച് യേശുവും യഹൂദരും തമ്മിലുള്ള സംഭാഷണം യഹൂദരെ കൂടുതൽ കോപം കൊള്ളിക്കുകയും യേശുവിനെ കല്ലെറിയുന്നതിന് അവർ ശ്രമിക്കുകയും ചെയ്തിരുന്നു. അത് ഓർമ്മപ്പെടുത്തിയ ശിഷ്യന്മാരോട് അവരുടെ പർവ്വതീകരിക്കപ്പെട്ട ഭയത്തെക്കുറിച്ച് യേശു പരാമർശിക്കുന്നു. മനുഷ്യരുടെ ക്രിയാത്മകമായ ഉൾച്ചേരലുകളെ തളർത്തിക്കളയാവുന്ന നിഷേധവികാരമാണ് ഭയം എന്നത് കർത്താവ് വളരെ വ്യക്തമായി ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഭയത്തെ അതിജീവിക്കുന്നതിന് യേശുക്രിസ്തുവിലൂടെയുള്ള വിമോചനാത്മക ജീവിത ദർശനം സാംശീകരിക്കപ്പെടണം. എന്താണ് ഈ വിമോചനാത്മക ദർശനം? യോഹന്നാൻ 11:8 മുതൽ 16 വരെയുള്ള ഭാഗത്താണ് ഈ സംഭവം വിവരിക്കുന്നത്. ഒന്ന്, ഇടറാതെ നടക്കുന്നതിന് വെളിച്ചം അനിവാര്യമാണ്. പകൽ നേരത്ത് ലഭിക്കുന്ന പകൽ വെളിച്ചം പകൽ സമയത്തേക്ക് മാത്രമേ ഉപകരിക്കുകയുള്ളൂ. രാത്രി സമയത്തേക്ക് അത് പ്രയോജനപ്പെടുകയില്ല. എന്നാൽ യേശു ലോകത്തിൻ്റെ വെളിച്ചമായതുകൊണ്ട് ഒരു അന്ധകാരത്തിനും ആ പ്രകാശത്തെ ഗ്രസിച്ച് ഇല്ലാതാക്കാൻ കഴിയില്ല. ജീവിതത്തിൻ്റെ ഇരുൾവേളകളിലും സന്തോഷവേളകളിലും ഒരുപോലെ പ്രകാശിക്കുന്ന നിത്യപ്രകാശമാണ് യേശു. ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിത ശൈലിയുള്ള സങ്കീർത്തനക്കാരൻ 139 സങ്കീർത്തനത്തിൻ്റെ 12 വാക്യത്തിൽ പറയുന്നു, ഇരുട്ടുപോലും നിനക്ക് മറവായിരിക്കയില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും, ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. ഭയപ്പെടുത്തുന്ന അന്ധകാരത്തിലും നടക്കാൻ രാത്രി അനുഭവങ്ങളെ പ്രശോഭിതമാക്കുന്ന ദൈവസാന്നിധ്യമാണ് നമുക്ക് ആവശ്യം. 2, യേശു സർവജ്ഞാനിയായതുകൊണ്ട് തൻ്റെ സ്നേഹിതൻ ലാസർ നിര്യാതനായി എന്ന് അറിഞ്ഞിരുന്നു. എന്നാൽ ലാസർ നിദ്ര കൊള്ളുകയാണെന്നും താൻ ലാസറിനെ ഉണർത്താൻ പോകുന്നു എന്നും യേശു ശിഷ്യരോട് പറഞ്ഞു. രൂപക ഭാഷയിൽ യേശു പറഞ്ഞത് ശിഷ്യർക്ക് മനസ്സിലായില്ല. മരണത്തെ സൂചിപ്പിച്ച് പറയുന്നതിന് പഴയ നിയമത്തിൽ നിദ്ര എന്ന പദം ഉപയോഗിച്ചിരുന്നുവെന്ന് രാജാക്കന്മാരുടെ 2 പുസ്തകം 14 അധ്യായത്തിൻ്റെ 22 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തീയ എഴുത്തുകളിൽ മരണത്തെ സൂചിപ്പിക്കുന്നതിന് നിദ്ര എന്ന പദം ഉപയോഗിച്ച് തുടങ്ങി. അപ്പോസ്തലപ്രവൃത്തി 7 അധ്യായത്തിലും 1 തെസ്സലോനിക്കർ 4 അധ്യായത്തിലൊക്കെ അതുണ്ട്. മാനസിക വ്യാപാരങ്ങളെല്ലാം ഇല്ലാതാകുന്ന അവസ്ഥയാണ് നിദ്ര. ഉൽപ്പത്തി പുസ്തകം 28 അധ്യായം 11 തൊട്ട് 15 വരെയുള്ള യാക്കോബിന്റെ ഉറക്കവും, ദാനിയേൽ 7 അധ്യായത്തിൻ്റെ 1 മുതൽ രാജാവിൻ്റെ ഉറക്കവും, മത്തായിയുടെ സുവിശേഷം 1:20 ജോസഫിന്റെ ഉറക്കവുമൊക്കെ ശക്തമായ മാനസിക വ്യാപാരത്തിന്റെ സന്ദർഭങ്ങളാണ് വേദപുസ്തകം പരാമർശിക്കുന്നത്. അതുകൊണ്ട് നിദ്ര എന്ന പദം മരണത്തെക്കുറിച്ച് പറയാൻ ഉപയോഗിക്കുമ്പോൾ അത് പ്രത്യാശയുടെ മിന്നലാട്ടമുള്ള പദമാണ്. കല്ലറ എന്നത് അന്ധകാര ഇടമല്ല, ഭൗതിക ജീവിത സന്ധ്യയിൽ അടയ്ക്കപ്പെടുന്ന കല്ലറ ദൈവിക പ്രഭാതത്തിൽ തുറക്കപ്പെടാനുള്ളതാണ്. മരിച്ചവരൊക്കെ ദൈവശബ്ദം കേൾക്കുന്നതിന് പ്രതീക്ഷയോടുകൂടെ വിശ്രമിക്കുന്ന ഇടമാണ് സെമിത്തേരി. ക്രിസ്തുവിൽ മൃതരായവർ ഒടുവിലത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ നിത്യജീവനായി ഉയിർത്തെഴുന്നേൽക്കാനുള്ളവരാണ്.
3 ലാസർ മരിച്ചുവെന്നും മരണസമയത്ത് താൻ ബഥാനിയിൽ ഇല്ലാതിരുന്നതിനാൽ ശിഷ്യരെ ഓർത്ത് സന്തോഷിക്കുന്നുവെന്നും യേശു പറഞ്ഞു. സംഭവിക്കാൻ പോകുന്ന വലിയ വിശ്വാസ ആവിഷ്കാരത്തിന് അവർക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിയും. ബഥാനിയിലെ കുടുംബം കടന്നുപോകുന്ന താൽക്കാലിക ദുഃഖത്തിന്റെ പ്രതിസന്ധി അവരുടെ വിശ്വാസ രൂപീകരണത്തിനും ശാക്തീകരണത്തിനും മുഖാന്തരമായി തീരും. ശിഷ്യ സമൂഹത്തിന്റെ ഒരു വക്താവ് എന്ന നിലയിൽ തോമസ് അപ്പോസ്തലൻ അവനോട് കൂടെ മരിക്കേണ്ടതിന് നാമും പോക എന്ന് പറഞ്ഞു. യേശുവിനെ അനുഗമിക്കുന്നതിനുള്ള ക്ഷണം അതിനുവേണ്ടി തന്നെ എന്ന് മർക്കോസ് 8-ാം അധ്യായത്തിന്റെ 34-ൽ നമ്മൾ വായിക്കുന്നു. ഒരു വ്യക്തിയെ യേശു തന്നെ അനുഗമിക്കാനായി ക്ഷണിക്കുമ്പോൾ വരിക, മരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് പ്രശസ്ത ദൈവ ശാസ്ത്രജ്ഞനും ദൈവഭക്തനുമായിരുന്ന ബോൺഹോഫർ പറഞ്ഞു. അനുഭവങ്ങളുടെ തീച്ചൂളകളിലൂടെയാണ് പുനരുത്ഥാനത്തിന്റെ ശക്തി അനുഭവിച്ചറിയുന്നത്. ഭീതിജനകമായ ഏതനുഭവത്തെയും ക്രിയാത്മകമായി നേടുന്നതിന് ഉയിർപ്പിന്റെ ശക്തി പകരുന്ന നാഥൻ കൂടെ സഞ്ചരിക്കണമെന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ അന്ധകാര മേഖലകൾ വിശ്വാസ ശിഥിലീകരണത്തിനാകാതെ വിശ്വാസ ശാക്തീകരണത്തിനാക്കാൻ കഴിയുന്ന ദൈവാവബോധം നമുക്ക് ലഭിക്കണം. കൂരിരുട്ടിൽ കെട്ടുപോകുന്ന ഭൗതിക പ്രകാശങ്ങളുടെ സ്ഥാനത്ത് ഒരിക്കലും അണയാത്ത പ്രകാശമായി യേശുവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവ ഭേദ്യമാകണം. ഒടുവിലത്തെ ശത്രുവായി മരണം നിൽക്കെ അതിൻ്റെ ഭയത്തെ അതിജീവിക്കുന്ന പുനരുത്ഥാന ചിന്ത നമ്മുടെ പട്ടുപോകുന്ന മനുഷ്യ ജീവിതങ്ങളിൽ നമ്മളെ ശക്തീകരിക്കണം. യേശുവിനെ അനുഗമിക്കുക എന്നാൽ യേശുവിനോട് കൂടെ മരിച്ച് ഉയർക്കുകയാണ് എന്ന് വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും കൂടുതൽ കൃപയുള്ളവരായി, മാനസിക ആത്മീക ധൈര്യമുള്ളവരായി ജീവിതത്തെ നേരിടാൻ പ്രത്യാശയുടെ കിരണങ്ങൾ ആവഹിക്കാം. പ്രാർത്ഥിക്കാം. കരുണയുള്ള വാഴ്ത്തപ്പെട്ട ദൈവമേ, മനോഹരമായ പുതിയ ദിനത്തിനായി സ്തോത്രം ചെയ്യുന്നു. രാത്രിയിൽ ലഭിച്ച നിദ്രയ്ക്കായും വിശ്രമത്തിനായും സ്തോത്രം. കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് ലാസറിൻ്റെ പുനരുത്ഥാനത്തിലൂടെ കാണിച്ചു തന്ന ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രത്യാശയ്ക്കായി സ്തോത്രം. കൃപ കൂടെ ഇരിക്കണമേ, അനുഗ്രഹിക്കണമേ. ഇന്നത്തെ പകൽക്കാലത്ത് പ്രതീക്ഷയും പ്രത്യാശയും നഷ്ടപ്പെട്ടു പോകാതെ സത്യവെളിച്ചത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹവാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവനമ്പുരാന്റെ കരുണയിലും കൃപയിലും പുതിയ വർഷം അനുഗ്രഹകരമാക്കണമേ. യേശുമശിഹ മൂലം അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയും കവിയും ദൈവിക അനുഗ്രഹവും കൃപയും നമ്മോടുകൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.